വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവരും കഴിച്ചു പോകുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. വഴുതനങ്ങ നിറച്ചത്. അപ്പോൾ ഒന്ന് കാണാം എങ്ങനെയാണിത് റെഡിയാക്കുന്നത്. ആദ്യം ഇതിന് വേണ്ടിയിട്ടൊരു മസാല റെഡിയാക്കണം. അതിനായിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1 ടീസ്പൂൺ ആംചൂർ പൗഡറും ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ ഇതാണ് വഴുതനങ്ങയ്ക്കുള്ളിൽ നിറയ്ക്കുന്ന മസാലയെ. ഈ ഒരു റെസിപ്പിക്കായിട്ട് ഇതുപോലത്തെ വഴുതനങ്ങയാണ് യൂസ് ചെയ്യേണ്ടത്. ചെറിയ രീതിയിൽ ഉണ്ടയായിട്ടിരിക്കുന്ന വഴുതന. ഇനി ഇതിനെ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ അതിനുള്ളിൽ അഴുക്കൊക്കെ ഉണ്ടോ എന്ന് ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കണം. എന്നിട്ട് ഇതുപോലെ 4-5 പാർട്സ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. എത്രത്തോളം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതുപോലെ വഴുതനങ്ങയെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഉണ്ടല്ലോ, എത്രത്തോളം ഇതിനുള്ളിൽ നിറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ഇതിനുള്ളിൽ നിറച്ച് ഇതുപോലെ റെഡിയാക്കി വെക്കണം. അതുകൊണ്ട് ഈ വഴുതനങ്ങയ്ക്കുള്ളിൽ എല്ലാ മസാലയും നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ ഗ്യാസിലേക്ക് വെക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നിങ്ങൾക്ക് പാനിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. ഞാനിപ്പം കുറച്ച് പെട്ടെന്ന് റെഡിയാക്കുന്നതിനായിട്ട് കുക്കറാണ് യൂസ് ചെയ്യുന്നത്. ഈ എണ്ണ നന്നായി ചൂടായി വരുമ്പം ഈ ഒരു വഴുതനങ്ങ കുക്കറിനുള്ളിലേക്ക് വെച്ചിട്ട് കുക്കറിൻ്റെ വിസിലിടത്തില്ല, വിസിൽ മാറ്റി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ. 5 മിനിറ്റ് കഴിഞ്ഞ് ഇതിനെ വീണ്ടും നമ്മളൊന്ന് തിരിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് വീണ്ടും ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാമേ. വഴുതനങ്ങ നമുക്കറിയാമല്ലോ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയാൽ വഴുതനങ്ങ ഇഷ്ടമായിട്ട് നന്നായിട്ട് കഴിച്ചോളൂ കേട്ടോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. എരിയും പുളിയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്.